കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കൂട്ടുകാരെല്ലാവരും അത് ഓർമ്മിക്കുന്നുണ്ടെന്നും അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അല്ലെ. ചില മര്യാദകൾ സ്കൂളിൽ നല്ല കുട്ടികളാണല്ലോ. അതെ, നല്ല കുട്ടികളാണ്. നമ്മൾ കൂട്ടുകാരെല്ലാവരും നല്ല കുട്ടികളാണ്. ശരി, നമ്മൾ അതിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാണ് കേട്ടോ. ശരി, നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത് സാറേ? നമ്മളിങ്ങനെ ബസ്സിൽ വന്ന് സ്കൂളിൽ അതിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സ്കൂളിലെത്തിയാൽ വേഗം വന്ന് ബാഗ് എടുത്ത് എറിഞ്ഞിട്ട് ഓടി കളിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. നമ്മൾ സ്കൂളിൽ ആദ്യം വന്നാൽ ക്ലാസ് റൂമിലേക്ക് കയറണം. ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ ടീച്ചർ ഉണ്ടായിരിക്കില്ല, ബെല്ലടിച്ചിട്ടുണ്ടാകില്ലല്ലോ. അപ്പോൾ ബെല്ലടിക്കുന്നത് വരെ ക്ലാസ്സിൽ വളരെ സൈലൻ്റ് ആയി നല്ല കുട്ടികളായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. സ്കൂളിൽ ടീച്ചർ വരുമ്പോൾ അബ്ബേ എൻ്റെ കുട്ടികൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്ന രൂപത്തിൽ നമ്മളെ കുട്ടികൾ ഇരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം. നമ്മളെ സീറ്റിൽ പോയി അവിടെ ഇരുന്ന് ടീച്ചർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് ബെല്ലടിക്കുമ്പോൾ വേറൊരു കാര്യം, ചില ഹോംവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ളതാണ്. ഇൻ കേസ് വീട്ടിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ, ഇതൊരു പിന്നെ എടുക്കരുത്, വീട്ടിൽ നിന്ന് ചെയ്യാനുള്ളതാണ്. എന്നാലും ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സമയം ജസ്റ്റ് ഒന്ന് എടുത്ത് എന്ത് ചെയ്യാം, അവിടുന്ന് ചെയ്യാം. പിന്നെ ബാഗിൽ വന്നാൽ ആ സമയത്ത് നമ്മൾ സ്കൂളിൽ എത്തുമ്പോൾ നമ്മൾ ബാഗിനകത്ത് നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാവും, വെള്ളം സ്നാക്സിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ വന്ന പാടെ അതൊക്കെ എടുത്ത് വെക്കേണ്ട സ്ഥലത്ത് വെക്കും. ഓപ്ഷൻ ഉണ്ടാവും, വെക്കാനുള്ള സ്ഥലങ്ങൾ, ടിഫിൻ ബോക്സ് വെക്കാന്, വാട്ടർ ബോട്ടിൽ വെക്കാനൊക്കെ. അതൊക്കെ അവിടേക്ക് വെച്ച് ബാഗൊക്കെ ഒന്ന് അതിന്റെ രൂപത്തിൽ കൊണ്ടുവച്ച് എന്നിട്ട് ഇരിക്കണം. ഇല്ലാത്ത പക്ഷം എന്താ പറയുക, നമ്മളെ വെള്ളമൊക്കെ ബുക്കിനകത്തായി ആകെ ചീറ്റായി. എന്തിനാ കുട്ടികളെ നമ്മൾ അതിനു വേണ്ടി നിൽക്കുന്നത്? അത് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. പിന്നെ ബെല്ലടിക്കുമ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. പ്രാർത്ഥന അവിടെ നടക്കൂടെ കിടന്ന് എന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാട്ടണം. അപ്പം നമ്മൾ മര്യാദ ഉണ്ടാവണം അല്ലേ, പ്രാർത്ഥനയോട് കൂടി നമ്മൾ പഠിക്കാതിരിക്കല്ലേ, നല്ല മനസ്സ് നമുക്ക് ഉണ്ടാവണം, എഴുന്നേറ്റ് പ്രാർത്ഥനയോട് ഉണ്ടാവണം. പിന്നെ ക്ലാസ്സിൽ ഏത് രൂപത്തിൽ പ്രാർത്ഥന, സ്കൂളിലും പല രൂപത്തിലായിരിക്കും. എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ എണീറ്റതിനെ ബഹുമാനിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മളത് ചെയ്യണം. എന്താണോ നിങ്ങളുടെ സ്കൂളിലെ കസ്റ്റം അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോഴത്തേക്കും എല്ലാവരും ഒരുപോലെ ടീച്ചറിനെ ഗുഡ് മോർണിംഗ് പറയാൻ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം അല്ലെ. ചിലപ്പോൾ അറബി സാറാണ് കയറുന്നത് സബാഹൽ ഖൈർന്നോ സബാഹൽ നൂർന്നോ പറയാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. മറ്റു ടീച്ചർമാരാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയാനും, ടീച്ചർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തിരിച്ചു മറുപടി കൊടുക്കാനും നമുക്ക് സാധിക്കണം. പിന്നെ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വർക്കുകളൊക്കെ ടീച്ചർ ചോദിക്കുമ്പോൾ കള്ളം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആ ബുക്ക് എടുത്തില്ല ടീച്ചറെ, ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്തില്ല എന്ന് മറന്നുപോയി മാറിയെടുത്തു. അല്ലെങ്കിൽ കോപ്പി ബുക്ക് ഓരോ ദിവസവും ഓരോ കുട്ടിക്കും പുതിയ പുതിയ കോപ്പി ബുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് അല്ലേ. ഞാനൊരു കുട്ടീനെ ചോദിച്ചപ്പോൾ കോപ്പി ബുക്ക് വേറെ വാങ്ങി തന്നു ഉമ്മിയെന്ന് പറഞ്ഞ് കള്ളം പറയരുത്. കള്ളം അധ്യാപകര്, ഞാനൊരു അധ്യാപകനാണ്, ഫഹദ് സാർ അധ്യാപകനാണ്. നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ സത്യം പറയാൻ വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അത് ചില കൂട്ടുകാർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ വീട്ടിൽ അത്യാവശ്യം വേണ്ടി ചില തിരക്ക് വന്നിട്ടുണ്ടാവും, ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അധ്യാപകർക്ക് ഇഷ്ടാവുക ചെയ്യാം. അതിന്റെ പേരിൽ ഒരിക്കലും കളവ് പറയുമ്പോഴാണ് അധ്യാപകർക്ക് ദേഷ്യം വരും. പറയും, അത് പിടികൂടുകയും ചെയ്താൽ പിന്നെ അധ്യാപകർക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ തല്ലേ ചീത്ത പറയുകയൊക്കെ ചെയ്യും. അപ്പൊ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ അധ്യാപകർ വിഷ് ചെയ്യുമ്പോഴേ രാവിലെ അധ്യാപകർ വന്നിട്ട് അധ്യാപകർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവരുടെ ആ ഒരു പിന്നെ ഒരു പോസിറ്റീവ് എനർജി അധ്യാപകർക്ക് പ്രസന്നമായിട്ടൊരു നല്ല കുട്ടികളെ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണ്ടോ. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരോടും ഈ കാര്യം പറയാം. എന്നിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പിറ്റേ ഇന്ന് ഞായറാഴ്ച, നാളെ എനിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, പോയിട്ട് എല്ലാവരും ഒന്നിച്ച് നല്ല കോറസോട് കൂടെ വളരെ ഭംഗിയായിട്ട് ഗുഡ് മോർണിംഗ് സാർ എന്നോ എന്താണോ നിങ്ങൾ പറയുന്ന വിഷിംഗ് വേർഡ് അത് എന്ത് ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അധ്യാപകർക്ക് ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും അവരുടെ മുഖത്ത്. അതെ. പിന്നെ ഉള്ള കാര്യം നമ്മൾ ഇന്റർവെല്ലിൽ സമയം വിടുമല്ലോ. ഇന്റർവെല്ലിൽ സമയത്ത് നമ്മൾ കളിക്കാനൊക്കെ പോകണം. ഓക്കെ, നമ്മൾ കളിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ അത് നമ്മളുടെ ആരോഗ്യത്തിന് പ്രശ്നമുള്ള രൂപത്തിലുള്ള കളിയിലേക്ക് നമ്മൾ പോകരുത്. പിന്നെ ആ സമയത്ത് ഭക്ഷണം കഴിക്കണ്ടാവും. ചില സമയത്ത് ഇന്റർവെല്ലിൽ ഭക്ഷണം കഴിക്കും, നടന്നുകൊണ്ട് സ്നാക്സ് കഴിക്കുന്ന രീതി ശരിയല്ല, അത് തെറ്റല്ലേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ നിന്നുകൊണ്ട് നടന്നുകൊണ്ട് കിടന്നുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് അല്ലെ, ഇരുന്ന് ഭക്ഷണം കഴിക്കാം. കളിക്കും പ്രശ്നമില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ല പറയാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഇന്റർവെൽ ഉണ്ടാവും ഇതേ സെയിം സമയത്ത്. ആ സമയത്ത് നമ്മൾ കളിക്കാൻ പോകണം, പക്ഷെ നമ്മൾ ഭക്ഷണം പൂർണ്ണമായി കഴിക്കണം. രാവിലെ വീട്ടിൽ നിന്ന് തന്നയക്കുന്ന വെള്ളമായാലും ഭക്ഷണമായാലും അത് പൂർണ്ണമായി കഴിച്ച് മനോഹരമായി വൃത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ നമ്മളോട് വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്. അതായത് നമ്മുടെ പിന്നെ ഉമ്മമാർക്ക് ആരാണോ നമുക്ക് ടിഫിൻ പാക്ക് ചെയ്ത് തരുന്നത് അവർക്ക് അറിയാം നമ്മൾ എത്ര കഴിക്കുന്നത്, അതിനനുസരിച്ച് അവർ പാക്ക് ചെയ്ത് തരുന്നത്, അത് നമ്മൾ മുഴുവനായിട്ട് കഴിക്കണം. അത് ബാക്കിയാക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. എത്രയോ പാവപ്പെട്ട കുട്ടികൾ അറിയുന്നതാണല്ലോ അല്ലേ, ഫലസ്തീനിലെ വിഷയങ്ങളൊക്കെ. ഫലസ്തീനിലേക്കൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ കുട്ടികൾ അങ്ങനെ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. അവരുടെ ആ ഭക്ഷണം കിട്ടാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഭയങ്കര സങ്കടമാണ് അതൊക്കെ അല്ലേ. അപ്പൊ അവരൊക്കെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അവർക്കൊക്കെ ഭക്ഷണം കിട്ടാതെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന. ഇനി മറ്റൊരു കാര്യം, പിന്നെ ശ്രദ്ധയില്ലാണ്ട് കഴിക്കുക. അപ്പൊ എവിടെന്നെങ്കിലൊക്കെ മറ്റു ചാടിപ്പോവും. നമ്മൾ ടിഫിൻ ബോക്സ് ചെറുതായിരിക്കും, നമ്മൾ വീട്ടിലേക്ക് ഒരു വലിയ പ്ലേറ്റിലല്ല നമ്മൾ സ്കൂളിൽ കഴിക്കുക, ചെറിയ ബോക്സിലാണ്. അതിന്റെ അകത്തുനിന്ന് ഭംഗിയായിട്ട് കഴിക്കാൻ നമ്മൾ പഠിക്കണം അല്ലെ. അതൊരു സ്കില്ലാണ്. നിങ്ങൾ വലിയ ആൾക്കാരായി ഓഫീസിലൊക്കെ പോകുമ്പോൾ ഓഫീസിൽ നമ്മൾ എന്ത് ചെയ്യും, ഭക്ഷണം കൊണ്ടുപോകും. അതൊക്കെ നിങ്ങൾ കഴിച്ചെന്തെങ്കിലും അവസ്ഥ ഇങ്ങനെ എല്ലായിടത്തും കളഞ്ഞു, ഓഫീസ് ടേബിളിലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അവിടെയൊക്കെ പറക്കിട്ടിട്ട് പിന്നെ ഇങ്ങനെ ഈ ചോറിലൊക്കെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ചില വീട്ടിലാണ് ഞാനിങ്ങനെ ചോറാണ് അത് ദോശയാക്കി പിന്നെ അതിനെ അപ്പമാക്കി പിന്നെ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ബിസ്മില്ല പറയാനും അൽഹംദുലില്ലാ പറയാനും കൈ കഴുകാനും അതൊക്കെ നമ്മളെ കുട്ടികൾക്ക് അറിയാം. പക്ഷെ എന്നാലും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. കളിയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പറ്റി കളിയാന്നുള്ളത്, രണ്ട് പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ഇരിക്കും, അതിന്റെ മുകളിൽ ചവിട്ടും, അതിനുള്ള ബുക്ക് വെക്കും, ക്ലാസ്സിൽ മൊത്തത്തിൽ സ്മെല്ല് വരും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ചെറിയൊരു ശ്രദ്ധ മതി, ചെറിയ കെയർ. ഡ്രസ്സിലൊന്നും ആക്കാത്ത രൂപത്തിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ കേസ് നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റില്ല, പിന്നെ എന്താ മുഴുവൻ കഴിക്കാൻ പറ്റില്ല, നമുക്ക് ചിലപ്പോൾ ചില പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള വേസ്റ്റ് ബിൻ ഉണ്ടാവും. ആ വേസ്റ്റ് ബിന്നിൽ മാത്രം ഡെപ്പോസിറ്റ് ചെയ്യാം, പുറത്തൊന്നും കളയാണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കാം. വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, പിന്നെ ഇന്റർവെൽ എന്ന് പറഞ്ഞപ്പോഴാണ്. പിന്നെ ഇന്റർവെല്ലിൽ പല കളികളും പറഞ്ഞല്ലോ. നമ്മളെ കുട്ടികളായ സമയത്ത് ഒരു സംഭവമാണ്, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഈ പെന്നുണ്ടല്ലോ, പെന്നിന്റെ റീഫില്ലർ ഇങ്ങനെ എടുത്തിട്ട് അത് അമ്പാക്കിയിട്ട് അമ്പും വില്ലും അങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് ഒരു സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് അപകടമുള്ള കളി. ഡേഞ്ചറസ് ആണത്. പിന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഇങ്ങനെ ആ റീഫില്ലർ അതിങ്ങനെ അമ്പാക്കിയിട്ട് വലിച്ചങ്ങ് വിട്ടു, മറ്റൊരു കുട്ടിയുടെ കണ്ണിൽ തട്ടി. ആ കണ്ണ് വരെ നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോവാം. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുത് കേട്ടോ. നമ്മൾ കാരണം ഒരാളുടെ കണ്ണ് നഷ്ടപ്പെടാന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കുന്നുള്ളത്, ആള് പിന്നെ ജീവിതകാലം മൊത്തം അന്ധനായി ജീവിക്കാന്നൊക്കെ പറയുമ്പോൾ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തായാലും സ്കൂളിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അവസാനത്തെ ഒരു കാര്യം, തിരിച്ചു പോകുമ്പോൾ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാൻ. അതെ അതെ, അതിന്റെ ആവശ്യം നമ്മൾ എന്ത് ചെയ്യാം, ബാഗ് വെക്കേണ്ടടുത്ത് വെക്കുക, ഷൂ വെക്കേണ്ടടുത്ത് വെക്കുക, സോക്സ് ഒക്കെ വെക്കേണ്ടടുത്ത് വെക്കുക. എന്ത് സുഖം ഉമ്മമാർക്ക്, എന്ത് സുഖം. ഉമ്മ പറയും, ഉമ്മക്ക് പറയും എന്റെ കുട്ടിക്ക് സന്തോഷത്തിൽ അവൻ ചെയ്യണ്ടല്ലോ കാര്യങ്ങൾ എളുപ്പം. പിന്നെ ഷൂ ഒക്കെ പിറ്റേന്ന് രാവിലെ തിരയും, ഷോക്സ് എവിടെ, ബാഗ് എവിടെ, ബുക്ക് എവിടെ, അങ്ങനെ തിരക്കാം. ടിഫിൻ ബോക്സ് എവിടെ, ആകെ ഉമ്മച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥ. അതുണ്ടാക്കാതിരിക്കാൻ വേണ്ടി എല്ലാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഈ വീക്ക്, ഈ 1 വീക്ക് ഇന്റർവെൽ അവർക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകാൻ. നമ്മളെ കണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ മാതൃകയാകണം കേട്ടോ. നമ്മൾ റോൾ മോഡൽ ആവണം അവർക്ക്. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കുട്ടികളുടെ ഇതൊക്കെ നമുക്ക് തേൻമൊഴിയിലൂടെ നമുക്ക് ഇനിയും കാണിക്കാൻ മറ്റൊരു അവസരങ്ങളിൽ പറ്റുമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് സഹായിക്കട്ടെ. എന്തായാലും ഉഷാറാക്കിയിട്ട് നമ്മളെ കുട്ടികൾ ഉഷാറാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം, നന്മകൾ പഠിച്ചിടാം.